പെട്ടെന്നൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്താലോ? അതിന് വേണ്ടി കുറച്ച് ചീര ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറിയായിട്ട് ഞാൻ രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, എളുപ്പമല്ലേ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാവുന്ന ദിവസം നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊരു രസം ഉണ്ടാക്കാം കേട്ടോ. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈഡ് ഡിഷസ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ രസം ഉണ്ടാക്കാനുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരയ്ക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളിയും ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ നേരത്തെ കട്ടി വെച്ച ചീര ആട്ടോ ഇടുന്നത്. ഇതിനകത്ത് വേറൊന്നുമില്ല, കോക്കനട്ട് ഓയിലും പിന്നെ കടുകും കറിവേപ്പില പിന്നെ നമ്മുടെ ചീര, അരിഞ്ഞു വെച്ച ചീര അതും ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 പച്ചമുളകും കൂടെ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. അങ്ങനെ എൻ്റെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു എഗ്ഗും കൂടി ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഉപ്പും മുളകും മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ അതും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തക്കാളിയോ ഉള്ളിയോ ഒക്കെ ആഡ് ചെയ്ത് ഫ്രൈ ആക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ ലഞ്ച് റെഡിയായേ. അങ്ങനെ ചീരത്തോരനും പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ നമ്മളുണ്ടാക്കിയ രസവും ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ രസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.